This is Trivandrum and we are going for Agasthyarkootam trekking. Travels ടീമിന്റെ പാക്കേജ് അനൗൺസ് ആക്കിയത് ഞാൻ ഇങ്ങനെ കയറി പോന്നു. ട്രക്കിംഗ് റിലേറ്റഡ് എൻക്വയറീസിന് ട്രാവൽസ് ടീമായിട്ട് കോൺടാക്ട് ചെയ്താൽ മതിയേ. ഹലോ ഗൈസ്, ഇപ്പോൾ നമ്മൾ ബോണക്കാട് ഫോറസ്റ്റ് സ്റ്റേഷനിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് കുറച്ച് ദൂരം നടന്നിട്ട് വേണം നമുക്ക് ഫോറസ്റ്റ് സ്റ്റേഷനിലേക്ക് പോകാൻ. അവിടുന്ന് ഡോക്യുമെൻറ്റ്സ് ഒക്കെ വെരിഫൈ ചെയ്ത് നമ്മൾ നേരെ ട്രക്കിങ്ങിന് പോകുന്നതാണ്. നല്ലൊരു അടിപൊളി സ്ഥലത്തെത്തിയിട്ടുണ്ട് ഗൈസ്. ഞങ്ങളുടെ മീറ്റിംഗ് പോയിന്റ് ട്രിവാൻഡ്രം KSRTC സ്റ്റാൻഡ് ആയിരുന്നു. ബോണക്കാട്ടിലേക്കുള്ള 5 മണിയുടെ ഫസ്റ്റ് KSRTC ബസ്സാണ് ഞങ്ങൾ എടുത്തത്. 50 കിലോമീറ്റർ ദൂരവും 3 മണിക്കൂർ സമയം എടുത്തിട്ടാണ് നമ്മൾ അവിടെ എത്തിയത്. അതിനിടയ്ക്ക് നമുക്ക് ഫുഡ് കഴിക്കാനൊക്കെ അവർ നിർത്തി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ വിദൂരേന്ന് ഫുഡ് കഴിച്ചിട്ടാണ് ഇറങ്ങിയത് കേട്ടോ. ലൈക്ക് നമുക്ക് ട്രക്കിങ്ങിൻ്റെ പാക്കേജിൽ ആകെ നമുക്ക് ഈവനിങ് സ്നാക്സ് മാത്രമേ ഉള്ളൂ. സോ നമ്മൾ KSRTC ബസ് കുറച്ച് നേരം 10 മിനിറ്റോളം വിദുരയിൽ സ്റ്റോപ്പ് ചെയ്യും. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റും കഴിക്കണം, അവിടുന്ന് ലഞ്ചും കഴിക്കണം. അത് കഴിഞ്ഞൊരു 3/4 മണിക്കൂർ കഴിഞ്ഞാലാണ് നമ്മളീ പറഞ്ഞ ബോണക്കാട് സ്ഥലത്ത് എത്തുന്നത്. ഇവിടെ കുറച്ച് നടക്കാനുണ്ട്. നടന്നിട്ട് വേണം നമ്മൾ ഫോറസ്റ്റ് സ്റ്റേഷനിൽ എത്താൻ വേണ്ടിയിട്ട്. അവിടെ എത്തിയാൽ നമ്മൾ നമ്മളെ പേര് വിളിക്കുന്നതിനനുസരിച്ച് ഓരോരുത്തരുടെയും ഒറിജിനൽ ആധാർ കാർഡും അതുപോലെ ഹാർഡ് കോപ്പി ആയിട്ട് കൊണ്ടുവന്നിട്ടുള്ള മെഡിക്കൽ സർട്ടിഫിക്കറ്റും കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. ഞാൻ ഉദ്ദേശിക്കുന്ന ഇത് പുതിയതാണ്. ഹലോ ഗൈസ്, സോ നമ്മളിപ്പോൾ ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ നേരത്തെ കണ്ടത് കങ്കാരൂസ് ലിസാർഡിനെയാണ്. ഇപ്പോൾ ഇവിടെ പറയാൻ മാത്രം ഒന്നും ആയിട്ടില്ല. നമ്മൾ ഫുള്ള് കാട്ടിൻ്റെ ഉള്ളിൽ കൂടെയാണ് നടക്കുന്നത്. സോ ഇവിടെ മൊത്തം കാടാണല്ലോ എന്ന് പറയാൻ മാത്രമായിട്ടുള്ളൂ. മെയിനായിട്ട് ട്രക്കിങ്ങിൻ്റെ ഒരു ഫീൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എക്സ്പീരിയൻസ് ചെയ്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ അവിടെ നിന്ന് താഴേന്ന് നമുക്കൊരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഉണ്ട്. അതിൻ്റെ ഹാർഡ് കോപ്പി വിത്ത് അവർ ഒറിജിനൽ ID കാർഡ് കാണിച്ചിട്ട് വേണം കയറാനായിട്ട്. അത് കഴിഞ്ഞ് നമുക്ക് കാട്ടിനുള്ളിൽ കയറാം. നമുക്കൊരു വാച്ചറിനെയും ഒരു ഗൈഡിനെ അസൈൻ ചെയ്ത് തരും. സോ ഇപ്പോൾ നമുക്ക് ഏകദേശം ഒരു 12 കിലോമീറ്റർ നടക്കാനുണ്ട്. ഒരു ഈവനിങ് ആ ടൈം നമുക്ക് എത്തുന്ന പറഞ്ഞത്. നമ്മളിപ്പോൾ പോകുന്നത് ബേസ് പോയിന്റിലേക്കാണ്. നാളെയാണ് അഗസ്ത്യമല കയറുള്ളൂ. നമുക്കിപ്പോൾ കുറേ സ്ട്രീംസ് ഇതുപോലെ ക്രോസ് ചെയ്യാൻ വരുന്നുണ്ട്. നമ്മൾ വരുന്ന വഴിക്ക് വാഴവന്തോട് പറഞ്ഞിട്ടൊരു വാട്ടർഫോൾസിലേക്ക് പോകുന്ന ഒരു ഏരിയ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നത് അവിടുന്ന് വരുന്ന വെള്ളമായിരിക്കും, അറിയില്ല കേട്ടോ. ഹലോ ഗൈസ്, നമ്മളിപ്പോൾ ഒരു പാമ്പിനെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇതിന്റെ പേരെന്താ? നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അംനോസ പറഞ്ഞിട്ടുള്ള പാമ്പാണ്. വൈപ്പർ, സോറി ഹംബോസ്. മുഴ മൂക്കൻ കുഴിമണ്ടലി, മുഴ അമ്പ്. കടിച്ചു കഴിഞ്ഞാൽ നമുക്ക് മരുന്നില്ല. ഇപ്പൊ നമ്മൾ പോയോണ്ടിരിക്കുന്ന ടെറൈൻ എന്ന് പറയുന്നത് കുറച്ച് ഇങ്ങനെ കയറ്റമുള്ള ടെറൈനാണ്. ഇവിടെ നിന്നാണ് ഈ അഡ്വഞ്ചർ തുടങ്ങുന്നത് ഗൈസ്. ഞങ്ങളുടെ
മാക്സിമം ഈ ബാഗൊക്കെ പാക്ക് ചെയ്യുമ്പോൾ ഭയങ്കര ലൈറ്റായിട്ട് പാക്ക് ചെയ്യാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ കുറച്ച് പണിയാണ് കേട്ടോ കയറാൻ. ഹലോ ഗൈസ്, നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇസബെല്ലിൻ വൈൻ സ്നേക്കിനെയാണ്. നീ കണ്ടോ? അതെന്തിനോ നോക്കി ചാടുന്നുണ്ട്. അതെന്ത് ഭംഗിയല്ലേ ഇങ്ങനെ കാണിക്കുന്ന. നമ്മൾ ഇപ്രാവശ്യം വന്നിരിക്കുന്നത് ട്രാവൽസ് ടീമിൻ്റെ കൂടെ തന്നെയാണ് കേട്ടോ. നമ്മൾ 9 പേരുണ്ട്. നമ്മളെ കൂടെയുള്ള ആൾക്കാരിൽ 7 പേരും ഫോറസ്ട്രി റിലേറ്റഡ് ആൾക്കാരാണ്. സോ അവരെല്ലാവരും ഐഡൻറ്റിഫൈ ചെയ്ത് നമുക്ക് പറഞ്ഞു തരാനുണ്ട്. ബാക്കി ഞാനും വേറൊരാളും കൂടി ഉണ്ട്, മാത്രമേ റിലേറ്റഡ് അല്ലാത്തുള്ളൂ. സോ ഇങ്ങനെ അവരുടെ കൂടെ ഇങ്ങനെ പോയി പരിചയമുള്ളതുകൊണ്ട് ചിലതിനൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. ലൈക്ക് ഇസബെല്ലിൻ വൈൻ സ്നേക്ക്, പിന്നെ ചില മരങ്ങൾ കണ്ടാൽ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അങ്ങനെ കൊച്ചു സാധനങ്ങൾ മാത്രമാണ്. ഇത് കണ്ടു കഴിഞ്ഞാൽ ശരിക്കും ഒരു ഓസ്ട്രിച്ച് എഗ് പോലെയില്ലേ? നമ്മൾ ഏകദേശം 4.4 കിലോമീറ്റേഴ്സ് കവർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊരു 8 കിലോമീറ്റേഴ്സോളം ഉണ്ട്. നമ്മളിവിടെ വെച്ചിട്ടൊരു ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസറെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, വോക്ക് വിത്ത് ആൽബി പറഞ്ഞിട്ടുള്ള ഒരാളെ. പുള്ളിക്കാരുടെ വീഡിയോസ് ഞാൻ അധികം കാണാറുണ്ട്. സോ അവരെ സ്പോട്ട് ചെയ്യാൻ പറ്റി ഇവിടുന്ന്. നല്ലൊരു ഇതായിരുന്നു, ഹാപ്പി മൊമെൻ്റ് ആയിരുന്നു, ഫാൻ ഗേൾ മൊമെൻ്റ്. നമുക്കിപ്പോൾ നല്ലൊരു അടിപൊളി വ്യൂ കിട്ടുന്നുണ്ട് ഗായ്സ് മുമ്പിൽ. അവിടെ എന്താ? കുത്തൂത്ത് പോലാണ്. ഒരു ടെലിഫോൺ ടവർ ആണോ? അവിടെ ഒരു ടവർ ഉണ്ട് ഗൈസ്. ആ ടവറിന്റെ അവിടെ ട്രൈബൽസ് താമസിക്കുന്നുണ്ടെന്നാ പറഞ്ഞത്. അതിന്റെ അടുത്തായിട്ട് വേറൊരു ടവർ കൂടെ ഉണ്ട്, സൂക്ഷിച്ച് നോക്കിയാൽ. അത് വൈഫൈയുടെ ടവറാണ്. അല്ല, അത് അതായത് ഈ കൊറോണ സമയത്ത് സർക്കാർ ഏത് ട്രൈബ്സ് ആണെന്നറിയാം? കാണി. ഹലോ ഗൈസ്, നമ്മളിവിടെ വന്ന സ്ഥലത്ത് ഭയങ്കര നല്ല അടിപൊളി വെള്ളച്ചാട്ടമുണ്ട്. അതിൻ്റെ സൈഡിൽ പൂമ്പാറ്റകളൊക്കെ ഉണ്ട്. അതിൻ്റെ ബ്ലൂ ഡാർക്ക് ആണെന്ന് തോന്നുന്നു അതിൻ്റെ പേര്, എനിക്ക് ഓർമ്മയില്ല. ഇവിടെ ഇരുന്ന് നമുക്ക് ഭക്ഷണമൊക്കെ കഴിക്കാം. അതുപോലെ നീന്തലൊക്കെ അറിയണമെങ്കിൽ നമുക്ക് ഇവിടെ നീന്തിയിട്ടൊക്കെ രസിക്കാം. നമ്മൾ ഈ വഴി ഇങ്ങനെ ക്രോസ് ചെയ്തിട്ട് വേണം വരാൻ, നേരത്തെ ക്രോസ് ചെയ്ത പോലെ. ഹലോ ഗൈസ്, നമ്മളിപ്പോൾ ഒരു ഷാമ്പൂ ഉണ്ടാക്കുന്ന ആ സാധനം കണ്ടിട്ടുണ്ട്. പിഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ജെല്ല് പോലത്തെ സാധനം വരുന്നുണ്ട് കേട്ടാ. ഇത് ഒരെണ്ണം മാത്രമേ ഇവിടെ കാണുന്നുള്ളൂ. നമുക്ക് ഏകദേശം ഒരു 6-7 കിലോമീറ്റർ ഉണ്ട് ഇവിടെ. നല്ല രസമുണ്ടായിരുന്നു. നീന്തലൊന്നും അറിയില്ല, പക്ഷേ ആർക്കും നീന്താൻ പറ്റുന്ന, ആർക്കും ഇറങ്ങാൻ പറ്റുന്ന ഒരു ടൈപ്പ് വാട്ടർഫാളാണ്. ഇതുപോലുള്ള സ്പോട്ട് ഒരുപാടെണ്ണം ഉണ്ട് ഇവിടെ, ഇങ്ങനെ റിവർ ക്രോസിംഗ് പോലെ. എടാ ഞണ്ട് വലിയുണ്ട്. അവിടെ ആൾക്കാർ റെസ്റ്റ് എടുക്കാനൊക്കെ തുടങ്ങി. കിട്ടിയ
സ്ഥലം കേട്ടോ, നല്ല കിടില സ്ഥലം. ആ ടോപ്പ് പൊസിഷനിൽ വേണ്ടോ ആ ഒരു റോക്കാണെങ്കിൽ ഒരു പ്രത്യേക ഭംഗിയുണ്ട്. ഇങ്ങനെ സിലിണ്ടറിക്കലായിട്ട് വെച്ച പോലെ ഉണ്ടല്ലേ. റൂമിന് കാണിക്കാം. അത് റോക്കാണ് കേട്ടോ, മരമല്ല റോക്കാണ്. കിടിലൻ കിടിലൻ. ഇത് ചോര കുടിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടി എന്താ പറയാ ഭംഗി ഉണ്ടാവും. ഇനിയുള്ള വഴികൾ ഇങ്ങനത്തെ കുറച്ച് ദുർഘടം പിടിച്ച വഴികളാണ് ഗൈസ്. നമ്മളെ ബാഗുള്ളതുകൊണ്ട് കുറച്ച് പുറകേക്ക് വലിക്കുന്നൊരു ഫീൽ ഉണ്ടായിരിക്കും. സക്സസ്ഫുള്ളി നമ്മൾ കയറി ഗൈസ്. ഇപ്പോൾ കുറച്ച് അട്ടകൾ കടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നമ്മളെ. ഇത് ശരിക്കും ഒരു സാധു ജീവിയാണ്. നമ്മുടെ രക്തം കുടിച്ചു കഴിഞ്ഞാൽ അത് തനിയെ വിട്ടുപോകും. നിങ്ങൾക്ക് കടിച്ചിരിക്കാൻ തോന്നുകയാണെങ്കിൽ സാനിറ്റൈസർ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ഇത് അതിനിങ്ങനെ വിടിയിപ്പിക്കാവുന്നതാണ്. ഉണ്ടല്ലേ. ഈ നമ്മൾ പോണ വഴികളല്ലാതെ നമ്മളൊരു ആൾപ്പൊക്കത്തിലുള്ള ഗ്രാസ് ലാൻഡിലൂടെയാണ് കേട്ടോ പോകുന്നത്. ഇവിടെ എന്തൊരു ഷെഡൊക്കെ കാണാനുണ്ട്. ഐ തിങ്ക് നമ്മൾ എത്തിയിരിക്കുന്നു. നോക്കി നോക്കാം. നമ്മൾ എത്തിയിട്ടില്ല ഗൈസ്. ഇത് അട്ടയാറിലൊരു ആൻറ്റി പോച്ചിങ് ക്യാമ്പ് ഷെഡാണ്. അപ്പോൾ നമുക്ക് നല്ല അടിപൊളി വ്യൂ ആണ് ഗൈസ് കിട്ടുന്നത്. ഗ്രാസ് ലാൻഡിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ കയറി പോവാണ്. നമ്മൾ ആ കാണുന്ന ഒരുപാട് വാട്ടർഫാൾ പോലെ ഒരു ഏരിയ ഉണ്ട്. അതിൻ്റെ മുകളിലോട്ട് ആണ് നമ്മൾ നാളെ പോകാൻ പോകുന്നത്. ഇപ്പം അവിടെ ഫോഗ് വന്ന് മറിഞ്ഞിരിക്കുകയാണ്. ഇനിയൊരു 2 കിലോമീറ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ക്യാമ്പിലെത്തും. അവിടെ നമുക്ക് ഈവനിങ് സ്നാക്സും ടീ ഒക്കെ കിട്ടും. ബാക്കി നമുക്ക് അവിടെ വെച്ച് കാണാം. ഇവിടെ നിന്ന് നമുക്ക് നല്ല അടിപൊളി ബാക്ക്ഗ്രൗണ്ട് വ്യൂ ആണ് കേട്ടോ ഗൈസ് നമുക്ക് കിട്ടുന്നത്. ഫ്രെയിമിൽ വരുന്നുണ്ടോയെന്ന് അറിയില്ല. നല്ല അടിപൊളി വ്യൂ ആണ് കിട്ടുന്നത്. നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഗ്രാസ് ലാൻഡിലൂടെയാണ്. ഞങ്ങൾ കയറ്റം കയറിയിട്ട് വേണം പോവാൻ. ഇതാണ് ഞാൻ പറഞ്ഞ വ്യൂ. എന്ത് രസമല്ലേ കാണാൻ. ടോപ്പ് ഭാഗമൊക്കെ കോട വന്ന് മൂടിയിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ അത്യാവശ്യം നല്ല ഹൈറ്റിലാണ് ഇരിക്കുന്നത്. അവിടെ ഒരു പുൽമേട് പോലെ കാണുന്നില്ലേ, നമുക്ക് അവിടെ വരെ എത്തണം. ഇപ്പം ഞാൻ ഹൈറ്റില്ലാത്തതുകൊണ്ട് കാണാത്താണ്. അവിടെ വരെ നമുക്ക് നടന്ന് കയറാനുണ്ട്. ഇതൊക്കെ ആനപ്പിണ്ടാണ് കേട്ടോ ഗൈസ്. ഇതുവഴിയൊക്കെ ആന വരുന്നുണ്ട്. ആന വരുന്ന ഏരിയ ആണ്. ഇത്രയും ഹൈറ്റിലൊക്കെ ആനയുണ്ട് എന്നർത്ഥം. ഇതാണ് ഇവിടുന്നൊക്കെ കാണുമ്പോൾ വരെ അത്ര നമുക്ക് നല്ല ഹൈറ്റ് ഉണ്ട്. പുൽമേടൊക്കെ ഈ ഒരു ചെറിയൊരു റിവർ പോലത്തെ സ്ഥലം ക്രോസ് ചെയ്യാനുണ്ട്. നമ്മളിങ്ങനെ ക്രോസ് ചെയ്ത് ഏകദേശം ഷൂ ഒക്കെ നനഞ്ഞിട്ടുണ്ട്. ഞാൻ യൂസ് ചെയ്യുന്നത് ഡെക്കാത്തലോണിൻ്റെ ഒരു ഷൂ ആണ് കേട്ടോ. ഇതിന് ഇത്ര 2000 സംതിങ് ആയിട്ടുള്ളൂ. പക്ഷെ പൊളിയാണ്, അത്യാവശ്യം നല്ല വാട്ടർ പ്രൂഫാണ്. ഇങ്ങനത്തെ നോർമൽ ട്രക്സിനൊക്കെ യൂസ് ചെയ്യാം. ഹിമാലയത്തിലേക്കൊന്നും പോകാൻ പറ്റില്ല. ഇങ്ങനത്തെ കേരളത്തിലുള്ള പോലത്തെ അങ്ങനത്തെ നോർമൽ ട്രക്സിന് യൂസ് ചെയ്യാം. ഇത് വാട്ടർ പ്രൂഫൊന്നും ആയിരുന്നില്ല, ഏരിയയിൽ വാട്ടർ പ്രൂഫൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ അത്യാവശ്യം ഒരു വാട്ടർ പ്രൂഫ് കിട്ടുന്നുണ്ട്.
വെള്ളം അങ്ങനെ കയറിയിട്ടില്ല. ഇത് കണ്ടില്ലേ, ഇത് ഒരാൾക്ക് നടക്കാൻ പാകത്തിലുള്ള വഴിയേ ഉള്ളൂ ഈ ഗ്രാസ് ലാൻഡിൻ്റെ ഉള്ളിൽ. ഓൾസോ ഒരാളത്ര ഹൈറ്റും ഉണ്ട്. ഇത്രയും വലിയ ഗ്രാസ് ലാൻഡ് മുന്നേ കണ്ടിട്ടുള്ള ബാണാസുരയിലാണ് കേട്ടോ. വയനാട്ടിലെ ബാണാസുരയിലാണ് കണ്ടിട്ടുള്ളത്. ഇതെന്തായാലും നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കയറി വരാൻ. കുറച്ച് ഹാർഡാണ് ചോദിച്ചാൽ ഹാർഡാണ്, പക്ഷേ ഞങ്ങൾ അത്യാവശ്യം സ്ലോയിലാണ് കയറി വന്നത്. ഞങ്ങൾ കുറച്ച് ഈ ഇൻസെക്ട്സിനൊക്കെ, ഇൻസെക്ട്സിനൊക്കെ നോക്കിയിട്ടാണ് കയറിയത്. സോ അത്യാവശ്യം ടൈം എടുത്തിട്ടാണ് നമ്മൾ കയറിയത്. നല്ല പുൽത്തൈലത്തിൻ്റെ സ്മെല്ലുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല ചൊറിച്ചുണ്ട്. അങ്ങനെ ഗ്രാസ് ലാൻഡ് കഴിഞ്ഞു ഗൈസ്. അപ്പം നമ്മളൊരു ഇരുണ്ട കാട്ടിൻ്റെ ഉള്ളിലേക്കാണ് നടന്നു കയറുന്നത്. ഇത് കാണാൻ അത്യാവശ്യം കൊള്ളാം കേട്ടോ. ഒരു പക്ക ഒരു കാട് ഫീലുണ്ട്. നമ്മളിവിടെ കൂണിനെ കണ്ടിട്ടുണ്ട്. ഇത് കൊള്ളാം കേട്ടോ. ഈ ഒരു സ്പോട്ടിൽ എത്തുമ്പോൾ എപ്പോഴും നമ്മൾ നല്ല ശ്രദ്ധിച്ച് നടക്കണം. കാരണം താഴേക്ക് ഒന്ന് സ്ലിപ്പായി കഴിഞ്ഞാൽ താഴെ വീഴും. കണ്ടില്ലേ, ഫുള്ളി ഉരുളൻ കല്ലുകളാണ്. സോ നല്ല ഗ്രിപ്പുള്ള ഒരു ഷൂ ഇട്ടിട്ടില്ലെങ്കിൽ തെന്നി വീഴാനുള്ള നല്ല ചാൻസ് ഉണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ അറിയില്ല, ആ ഒരു ക്ലൗഡ്സിൻ്റെ ആ ഒരു ഇതിന്ന് ഒരു ബ്ലസ് ചെയ്യുന്ന പോലെ ഇല്ലേ, ലൈറ്റ് ഷവർ ചെയ്യുന്ന. കേറടി, ഞാൻ സ്റ്റാർട്ട് പറയാൻ നിൽക്കുകയാണ്. ആക്ഷൻ റോൾ. ഇപ്പോൾ നമ്മൾ കയറിക്കൊണ്ടിരിക്കുന്നത് ഒരു 1.5 കയറ്റം കേട്ടോ. 15 മിനിറ്റ് എന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷേ ഇതൊരു 1.5 കയറ്റാൻ കഴിച്ചു. കയറിയിട്ട് എത്താത്ത പോലെ ഉണ്ട്. പിന്നെ നമ്മൾ കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് നമുക്ക് റെസ്റ്റ് എടുക്കാനൊന്നും സമയമില്ല. വേഗം കയറി വേഗം എത്തണം. ഇപ്പോൾ മഴ പെയ്യുന്നുണ്ട് ഗായ്സ്. കയറ്റം കഴിഞ്ഞു കേട്ടോ. ഒരു 15 മിനിറ്റിൻ്റെ കയറ്റം തന്നെ ആയിരുന്നു ഉണ്ടായിരുന്നത്. നമ്മൾ ഏകദേശം എത്താനായി. ഇനിയൊരു 15 മിനിറ്റ് കൂടി ഉണ്ടെന്നാണ് പറയുന്നത്. കയറുന്നതിന് പ്രശ്നമില്ല, പക്ഷേ ഈ ബാഗ് ഒരു കുറച്ച് സീനാണ് കേട്ടോ. പിന്നെ അത്യാവശ്യം കുറച്ച് വലിയ ബാഗായതുകൊണ്ട് പുറകേക്ക് വലിക്കുന്ന ഒരു ഫീൽ കിട്ടുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഫൈനലി എത്തി ഗൈസ്. മഴ ഇങ്ങനെ കൂടുന്നുണ്ടായിരുന്നു കേട്ടോ ഗൈസ്. ഞങ്ങൾ ക്യാമ്പിലേക്ക് ഓടി. ക്യാമ്പിലെത്തിയത് ഞങ്ങൾക്ക് നല്ല ചൂട് കട്ടൻ ചായയും സ്നാക്സൊക്കെ തന്നു. പിന്നെ നമുക്കിനി വേറെ പരിപാടികളൊന്നുമില്ല. ഫ്രഷപ്പ് ആവുക, ഡിന്നർ കഴിക്കുക, കിടന്നുറങ്ങുക. ഇതാണ് നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. സോ നാളെയാണ് നമ്മൾ അഗസ്ത്യമല കയറാൻ പോകുന്നത്. സോ അടുത്ത വീഡിയോ ആയി വരുന്നവരേക്കും ടാറ്റ, ബൈ ബൈ, ടേക്ക് കെയർ.